രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാട്ടൻ അമ്പെയ്ത് കൊല്ലുന്നൊരു ഉത്സവം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഹേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൂർണ്ണമായിട്ടും ഒരു ജനസമൂഹത്തിന്റെ മേൽ നടത്തുന്ന ഒരു ഹേറ്റഡ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. എല്ലാ കാലത്തും ഹിന്ദുക്കളിൽ ജാതീയതയെ എതിർക്കാൻ ഹിന്ദുക്കൾ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്, അല്ലാതെ അഹിന്ദുക്കളല്ല. സിഖ് മതം സ്ഥാപിച്ച ഗുരുനാനാക്കിന്റെ ഗുരുഗ്രന്ഥ സാഹിബിൽ പോലും അദ്ദേഹം ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും എല്ലാം പുകഴ്ത്തുന്ന ശ്ലോകങ്ങൾ, ബാണികളുണ്ട്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ ജാതീയതയെ എതിർത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിടത്തും ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ഹൈന്ദവ ദേവതകളെയോ ശങ്കരാചാര്യ തൃപ്പാദങ്ങളെയോ ഒന്നും എതിർത്തിട്ടില്ല. ശങ്കരന്റെ മതമാണ് എന്റെ മതം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ തിന്മയ്ക്കെതിരെ നന്മ വിജയിക്കുന്ന ഒരു പ്രവൃത്തി ലോകത്തെല്ലായിടത്തും എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ്. അത് രാവണനോടുള്ള ഹേറ്റഡാണ്, വെറുപ്പാണ് എന്നുള്ള ഒരു ചിന്താഗതി പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ജാതീയതയെ എതിർക്കലല്ല, മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളാണ് എന്ന് സംശയിക്കേണ്ടി വരും. കാരണം ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നത് RSSകാരോ BJPക്കാരോ മാത്രമല്ല, ഈ ഭാരതത്തിലെ ഹിന്ദുക്കളാണ്. മുഴുവൻ ഹിന്ദുക്കളുടെയും വിശ്വാസത്തെയാണ് ഇവിടെ ഈ വിചിത്ര റാപ്പ് കലാകാരൻ ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശം അന്വേഷിക്കേണ്ടതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നവരോട്, നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോടായിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാവുക. അതൊരു സ്വാഭാവിക മനഃശാസ്ത്രമാണ്. അന്യന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നവനോട് ഇഷ്ടവും സ്വന്തം ഭാര്യയെ വീണ്ടെടുക്കാൻ പോകുന്നവനോട് അനിഷ്ടവും ഉണ്ടാകുന്നത് ചിലപ്പോൾ മീറ്റു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ചും മയക്കുമരുന്നെല്ലാം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അലങ്കാരമായിരിക്കും. കാരണം അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരിക്കും.